ചൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ചൗ ചൗ തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഒരു ചൗ ചൗ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ഇത് നെടുകെ കീറിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത ഒന്നാണ് സാധാരണയായിട്ട്. ഇനി നമുക്കിതിൻ്റെ സീഡ് കളയാം. എന്നിട്ട് ഇത് വീണ്ടും നെടുകെ കീറിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിന് കലോറിയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. കൂടാതെ ഇതിനകത്ത് വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് കടുക് ചേർത്ത് പൊട്ടിക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു സവാള, ചെറിയ സവാളയാണ് എടുത്തത്, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ചൗ ചൗ ചേർത്ത് കൊടുക്കുക. ചൗ ചൗ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ആരോഗ്യപ്രദമായ ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊക്കെ തയ്യാറാക്കി നോക്കുക. ഇത് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്കിതൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചൗ ചൗ തോരനൊക്കെ തയ്യാറായിട്ടുണ്ട്. നല്ലോണം എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോഷക സമ്പുഷ്ടമായ തോരനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.